ഇപ്പൊ കാണുമ്പോ പോലീസിനെ പോലെ ഉണ്ട്. ആണോ? അല്ലെങ്കിൽ ചിറ്റപ്പനെ കാണുമ്പോ എല്ലാവർക്കും പേടിയില്ല മക്കളെ. ചിലർക്ക് വിചാരിച്ച ചിറ്റപ്പൻ പോലീസ് എന്നാണ്. ഇനി വരുമ്പരേ കുഞ്ഞമ്മയും പിള്ളേരെയൊക്കെ കൊണ്ടുവരണേ. പിള്ളാരാ? യാത് പിള്ളാര്? കൺമണി ചേച്ചിയും കാത്തു ചേച്ചിയും. ആ അങ്ങനെ പറ, അല്ലാതെ പിള്ളേരെന്നാ? നീ കൊള്ളാല്ല. பாரு நீ புட்டு மட்டும் தானே சாப்பிட்ட? പുട്ട് മാത്രല്ലേ തന്നുള്ളൂ. அது கரெக்ட். இப்ப பால் எடுத்து வச்சிருக்கேன், வந்து குடி. എനിക്ക് വേണ്ട ആന്റി. മക്കളെ അങ്ങനെ പറയല്ലേ, പോയി പാൽ വിടുപ്പോ. ഞാൻ പിന്നെ കുടിക്കാം. அப்படி சொல்லாத, வந்து குடிப்பா. എനിക്ക് വേണ്ട. അതെന്ത് വേണ്ടാത്തത്? ഞാൻ ഇപ്പൊ വലിയ കൊച്ചായി. ആഹാ എടി, നീ ഇപ്പൊ വളരുന്ന പ്രായമാണ്. നീ ഇപ്പോഴാണ് പാല് കുടിക്കേണ്ടത്. പോയി കുടി. പാല് പാലെന്ന് പറഞ്ഞ് എന്നെ വെറുപ്പിക്കല്ലേ. ഓഹോ, ഇപ്പൊ പാല് കൊണ്ടുണ്ടാക്കുന്ന ഐസ്ക്രീം നിനക്ക് ഇഷ്ടമാണോ? ആർക്കാ ചിറ്റപ്പ ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത? അടി പൊളി, ഒരു ഐസ്ക്രീം കൊതിച്ച്. கேசு, நீ தானே பசிக்குது சொன்ன. புட்டு, கடலைக்கறி, பப்படம் எல்லாமே ரெடி. சாப்பிடுப்பா. എനിക്ക് വേണ്ട. என்னது வேண்டாமா? വേണ്ട. വേണ്ടാന്നാ? ആ കൊച്ചു സ്നേഹത്തോടൊന്ന് വിളിക്കാല്ലടാ. അത് നിന്റെ പുറകെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ കേടപ്പടാ. ഞാൻ കഴിച്ചു പോയില്ല കിട്ടപ്പാ. ഇനി ഞാൻ അങ്ങനെ കഴിക്കും. എവിടെ നിന്ന് കഴിച്ചത് നീ? ഹോട്ടലിൽ നിന്ന് കഴിച്ചു. നീ എങ്ങനെയാ ഹോട്ടലിൽ പോയി കഴിച്ചത്? ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? നീ അങ്ങോട്ട് ഇറങ്ങിയതെല്ലാം റെഡിയായി. നീ ഇപ്പൊ ഹോട്ടലിൽ പോയി കഴിച്ചാലോ നാട്ടുകാരെന്ന് വിചാരിക്കൂടാ? മോശം വിചാരിക്കും നമ്മളെ കുടുംബത്തിനെ കുറിച്ച്. ഇല്ല, വീട്ടിൽ ഫുഡ് റെഡി ആയില്ലെന്ന് വിചാരിക്കും. അത് ഞാൻ ചോദിച്ചത്, അത് മോശമല്ലേന്ന്. എന്തൊരു മോശം ഒന്നും ചിറ്റപ്പാ. ഞാൻ പോയി ദോശ കഴിച്ച് വട കഴിച്ച് ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു. വയറ് നിറച്ച് കഴിച്ചിട്ട് ഞാൻ വന്ന്. അത്ര തന്നെ. നീ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചോ? കഴിച്ച്. ചേട്ടന് സമയത്തിന് ഫുഡ് കിട്ടാത്തോണ്ട് ചേട്ടൻ ആ ദേഷ്യത്തിൽ ചെയ്തതാ. എന്താ കേശു, ഇത്ര ഷോ നല്ലതല്ലേ? ഒരുമാതിരി പഴയ ആൾക്കാരെ പോലെ. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ അവിടെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. പണ്ടത്തെ ജെമിനിയാണ്. ஜெமினி படம் தானே? അയ്യോ ചേച്ചി, തെറ്റിപ്പോയത്. ജെമിനി അല്ല, ജെന്മി. ഓക്കെ. അപ്പൂപ്പനാണെങ്കിൽ കൃത്യം 12:30 തന്നെ ചോറും കറിയും റെഡി ആയിരിക്കണം. ഒരു ദിവസം അപ്പൂപ്പൻ വീട്ടിൽ വന്നിട്ട് ചോദിച്ച് ചോറും കറിയും റെഡിയാണോ എന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞ് ഇല്ല, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, മീൻ കറി തിളയ്ക്കാനുണ്ടെന്ന്. അപ്പൊ അങ്ങേര് വന്നിട്ട് മീൻ കറി തിളയ്ക്കാനുണ്ടോ എന്ന് ചിരിച്ചോണ്ട് ചോദിച്ചിട്ട് ഈ കറി എടുത്ത് പുറത്തിറങ്ങി. ആ, ഇത് നമ്മുടെ അച്ഛനും ചെയ്തിട്ടുണ്ടല്ലോ ഇല്ലേ? അല്ല, നമ്മളെ കുടുംബത്തിൽ ഇതുപോലെ കുറെ പേരുണ്ട്. അല്ല, ഇപ്പൊ ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണേ? ഞാൻ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പുറത്തെ ഫുഡ് കഴിച്ചല്ലേ ഉള്ളു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. അങ്ങനെ ചെയ്ത് നോക്ക്. നിന്നെ കഴി ഞാൻ വെട്ടുമല്ലോ. എടാ, നിനക്കൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് സമയത്ത് ആഹാരം തരുന്നതിന്റെ കുഴപ്പമാണ്. ഇതത്ര നല്ല ശീലമൊന്നും അല്ലട്ടാ. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്ക്. ഞാൻ ഇപ്പൊ ആരേലും എന്തെങ്കിലും പറയാൻ വന്നാ മിണ്ടാതെ പുറത്തുപോയി ഫുഡ് വെച്ചിട്ട് ഞാൻ വന്നില്ലേ? നീ എന്തെങ്കിലും പറഞ്ഞു നോക്ക്, അപ്പ അറിയാം. ഇപ്പോഴേ അഹങ്കാരം ഇങ്ങനെ, കുറച്ചുകൂടെ കഴിഞ്ഞാലേ ഇവ പൊടിക്കുമല്ലോ. എന്റെ തലയിൽ എല്ലാരും കൂടെ കേറാൻ വരരുത്. എന്റെ കയ്യിൽ നിന്ന് പോവൂ. എനിക്ക് ദേഷ്യം വരും. അത്രയും ദേഷ്യം കൊള്ളില്ലല്ലോ. കൊച്ച, നീ എണീറ്റ് പോട്. എന്താടാ അവള് പറഞ്ഞത് ശരിയല്ലേ? മോനെ, നീ കുറച്ച് ദേഷ്യം കുറയ്ക്ക് കേട്ടാ. ഞാൻ ഇനി ഇവിടെ നിന്ന് ശരിയാവൂല. ഞാൻ എടാ നില്ല്. നീ എവിടെ പോണത്? രാവിലെ നിന്റെ ഇഷ്ടം അനുസരിച്ച് നീ അവിടെ വെളിയിൽ പോയി ആഹാരം കഴിച്ചു. അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വീട് വിട്ടു പോവോ? നീ എന്താ നിന്റെ അച്ഛനെ പഠിക്കണടാ? ഇത് എപ്പോ നോക്കിയാലും ഈടായിട്ട് ഭയങ്കര പ്രശ്നമാണല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അച്ഛന്റെ പേരിനകത്ത് വലിച്ചേക്കണം. ഇനി ആരെങ്കിലും അച്ഛന്റെ പേരിനകത്ത് വലിച്ചേക്കണം. വിളിച്ചു പറയാൻ എനിക്ക് അറിഞ്ഞോട്ടെ. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ കരണടിച്ച് പൊളിക്കും ഞാൻ. നോക്കിക്കോ. ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യും. ചേട്ടൻ 100-നപ്പുറം അടി ഇട്ടിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടുത്തെ ചെണ്ടേ? അതെ, നീ ചെണ്ട തന്നെയാണ്. നിന്റെ കയ്യിരിപ്പിന്റെ അല്ലേ? അല്ലേ? എന്റെ കയ്യിലിരിപ്പിണ്ട്. ആ, എന്റെ കയ്യിലിരിപ്പിണ്ട്. എന്റെ കയ്യിലിരിപ്പിണ്ട്. ചേച്ചി വാങ്ങട്ടെ, കുറെ നേരമായേ. നീ എന്താ നെളിയണത്? എന്തിനു ബഡ്ജറ്റ് അവിടെ നേരിട്ടൊന്നും പോണ്ടേ? അവിടെ പണിയും 150. ഇങ്ങനാണെങ്കിൽ ചേട്ടന് ഡബിൾ സ്ട്രെഞ്ചർ കഴുകി. പറഞ്ഞ് ഞാൻ മര്യാദക്ക് സംസാരിക്കണം. எதுக்குலடிச்சோ அடிச்சேன். ഇവിടെ നടന്നൊന്നും കണ്ടില്ലേ? എന്നാലും അടിക്ക കൂടാതെ ലച്ചു. ഇല്ല, ഞാൻ ഉമ്മ ഒക്കെ വന്നപ്പോ അവനെ നല്ല ആവശ്യമുണ്ടോ? പാൽ കുടിക്കണം, വാ.
ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593 829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.